ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് സ്റ്റോറി ടൈമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജോസി വാഗമറ്റൻ നോവൽ കന്യകയുടെ 17ാമത്തെ എപ്പിസോഡ്. രതീന്ദ്രൻ തോക്കിന് സമീപത്തേക്ക് കുതിച്ചെങ്കിലും അതിനു മുമ്പേ CI കയറി പിടിച്ചു. രണ്ടുപേരും തമ്മിൽ മൽപ്പിടുത്തമായി. പൊരിഞ്ഞ സംഘടനം, അടിയും ഇടിയും ചവിട്ടും കുത്തും, ഇടയ്ക്ക് തോക്ക് കൈവശപ്പെടുത്താനുള്ള ശ്രമം. ഇതിനിടെ രമണി ഫ്ലവർ ഫേസ് എടുത്ത് രതീന്ദ്രൻ്റെ തലയിലും മുതുകിലും പ്രഹരിക്കുന്നുണ്ടായിരുന്നു. ഒരൊഴിവ് കിട്ടിയപ്പോൾ രതീന്ദ്രൻ അവിടെ ചവിട്ടി തള്ളി മറിച്ചു. മറിഞ്ഞു വീണ രമണി എഴുന്നേറ്റ് തോക്ക് കൈവശപ്പെടുത്തി. പക്ഷേ വെടിവെക്കാൻ അവൾക്കറിയില്ലായിരുന്നു. അവളത് CIയുടെ കയ്യിൽ കൊടുത്തു. CI രതീന്ദ്രനെ വിട്ടിട്ട് തോക്ക് വാങ്ങി. അയാളത് രതീന്ദ്രനെ നേർക്ക് ചൂണ്ടിയിട്ടും രതീന്ദ്രൻ ചാടി എണീറ്റ് കസേര വലിച്ച് CIയുടെ മുഖം അടച്ചടിച്ചതും ഒപ്പം കഴിഞ്ഞു. വിജയരാഘവൻ അടിയേറ്റ് വീണു. പിന്നെ അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ മുഖം ചതച്ച ഒരു വശത്തേക്ക് കോടിപ്പോയി. താടിയിലുകൾ പൊട്ടിത്തകർന്നു. ദുസ്സഹമായ വേദനയിൽ അയാൾ പുളഞ്ഞലറി. രതീന്ദ്രൻ കസേര ഉയർത്തി ഒന്നുകൂടി അടിച്ചു. എല്ലുകൾ ഒടിയുന്ന ശബ്ദം വ്യക്തമായിട്ട് കേട്ടു. വിജയരാഘവന്റെ ശിരസ് പൂർണ്ണമായിട്ടും തകർന്നുപോയി. ആ ശരീരം ഒന്ന് പുളഞ്ഞു വലിഞ്ഞു. പൂർത്തിയാക്കാത്ത ഞരക്കത്തോടെ CIയുടെ ചലനം നിലച്ചു. രമണി നടുങ്ങിത്തെരിച്ച് നിൽക്കുകയാണ്. രതീന്ദ്രൻ അവളുടെ നേർക്ക് തിരിഞ്ഞു. അവൾ കുഴഞ്ഞു വീഴുന്നവരെ മുടുക്കി കുത്തിപ്പിടിച്ച് ഇരുചെകിട്ടിലും മാറി മാറി അടിച്ചു. എന്നിട്ട് അയാൾ അവളെ വലിച്ചെഴുന്നേൽപ്പിച്ചു. നിന്നെ ഞാൻ കൊല്ലുന്നില്ല. നിന്റെ തന്തയും തള്ളയും നിന്നെ പഠിക്കാനാണ് അയച്ചിരിക്കുന്നത്. നീ ഇവിടെ വന്ന് വ്യഭിചരിക്കുന്നു. വേഗം സ്ഥലം വിട്ടോ. ഇവിടെ നടന്നത് എന്താണെന്ന് ആരോടും മിണ്ടിപ്പോകരുത്. അവൾ പേടിച്ച് തലയാട്ടി. ആരോടെങ്കിലും പറഞ്ഞാൽ കൊലക്കുറ്റത്തിന് നീയും ഉത്തരം പറയേണ്ടി വരും. പോലീസ് സ്റ്റേഷനും കോടതിയിലും ഒക്കെ കയറി ഇറങ്ങേണ്ടി വരും. നിന്റെ വ്യഭിചാര കഥകൾ സകലരും അറിയും. മനസ്സിലായടി? മനസ്സിലായി. എന്നാ വേഗം പോ. അവൾ പെട്ടെന്ന് പോകാനിറങ്ങി. നിന്റെ പൊങ്ങച്ച സഞ്ചി ഉടുതുണിയൊക്കെ വാരിക്കൊണ്ട് പോടി. അതൊക്കെ വിട്ടിട്ട് പോയാൽ പോലീസ് ഒന്നാം തരം തെളിവല്ലേ, അവർ നിന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. രമണി വേഗം ഗൗൺ മാറ്റിയിട്ട് സാരി എടുത്തെടുത്തു. വാനിറ്റി ബാഗും കൈലേസും അടക്കം അവളുടേതായ എല്ലാ സാധനങ്ങളും എടുത്തു. വേഗം സ്ഥലം വിട്ടോ. അവൾ വേഗം മുറി തുറന്ന് പുറത്തേക്ക് പോയി. തൻ്റേതായ എന്തെങ്കിലും തെളിവുകൾ അവിടെ അവശേഷിക്കുന്നുണ്ടോ എന്ന് രതീന്ദ്രൻ പരിശോധിച്ചു. ഒന്നുമില്ല. രതീന്ദ്രൻ വേഗം പുറത്തേക്കിറങ്ങി. അയാൾ റോഡിലെത്തി. നേരം വെളുക്കുന്നതിന് മുമ്പ് വത്സലയുടെ വീട്ടിലെത്തണം. രതീന്ദ്രൻ നടത്തത്തിന് ആക്കം കുട്ടി. പുലർച്ചെ കോഴി കൂവി. വത്സല നല്ല ഉറക്കമായിരുന്നു. വാതിൽ മെല്ലെ തട്ടുന്ന കേട്ട് അവൾ ഉണർന്നു. ഞാനാ രതീന്ദ്രൻ, അയാൾ പറഞ്ഞു. അവൾ വേഗം കതക് തുറന്നു. ഞാൻ വല്ലാതെ ഭയന്നിരിക്കുകയായിരുന്നു. പാതിരാത്രി വരെ കാത്തിരുന്ന് കാണാതായപ്പോൾ കിടന്നുറങ്ങി. എന്താ താമസിച്ചത്? ജോലി തീർന്നു കിട്ടാൻ ഇത്തിരി സമയമെടുത്തു. കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. പോയ കാര്യം നടത്തിയോ? അറയിൽ കയറി കിടന്ന് ഉറങ്ങിക്കോളൂ. രതീന്ദ്രൻ അറയിൽ കിടന്ന് ഉറക്കായി. സർക്കിൾ ഇൻസ്പെക്ടർ വിജയരാഘവന്റെ കൊലപാതകം നാടിനെ മുഴുവൻ നടുക്കി. പത്രങ്ങളിലെല്ലാം വലിയ പ്രാധാന്യത്തോടെ ഫോട്ടോ സഹിതം റിപ്പോർട്ടുകളും ഫീച്ചറുകളും വന്നു. പോലീസ് സംഘങ്ങൾ കൊലയാളിയെ തേടി പരക്കം പാഞ്ഞു. കൊല നടന്ന മുറിയിൽ നിന്നും പോലീസിന് പ്രതിയെ കണ്ടുപിടിക്കാൻ ഉതകുന്ന തെളിവുകളൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. എന്നെങ്കിലും തടവ് ചാടിയ രതീന്ദ്രനായിരിക്കും കൊല നടത്തിയതെന്ന് പോലീസ് ഊഹിച്ചു. രതീന്ദ്രൻ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തി. ഈ സമയം രതീന്ദ്രൻ ആപക്ഷങ്ങളൊന്നുമില്ലാതെ വത്സലയുടെ വീട്ടിൽ കഴിയുകയായിരുന്നു. പകൽ മുഴുവൻ അറയിലിരിക്കും. രാത്രിയിൽ മാത്രമേ പുറത്തിറങ്ങൂ. വത്സല അയാളെ ശ്രദ്ധാപൂർവം പരിചരിച്ചു. അയാളെ കാത്തു സൂക്ഷിക്കുന്നതിൽ അവൾ സദാ ജാഗരൂകയായി. അയാൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ അവൾ തയ്യാറായി. പേമാരി കോരിച്ചെരിയുന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈകുന്നേരം വത്സല കാപ്പിയോട്ട് ചെന്നപ്പോൾ രതീന്ദ്രൻ അക്ഷമനായിരിക്കുകയാണ്. ഞാനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ, അവൻ ചോദിച്ചു. വേണ്ട, ആപത്താ. ഒരാപത്തുമില്ല. ഇപ്പോൾ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എന്നാലും വേണ്ട. എത്ര ദിവസമായി പകൽ വെളിച്ചവും വെയിലും മഴയൊക്കെ കണ്ടിട്ട്. അതൊക്കെ കാണാൻ എനിക്കും കൊതിയാവുന്നു. ഇരുട്ട് മാത്രമാണ് എൻ്റെ മുമ്പിൽ. ഇരുട്ടിലാണ് ഞാൻ കഴിയുന്നത്. ഇന്നത്തേക്കെങ്കിലും ഞാൻ വെളിയിലേക്ക് ഇറങ്ങിക്കോട്ടെ. ജനാലയ്ക്ക് ചെന്നാൽ മതി. മഴ പെയ്യുന്നത് കാണാൻ കുട്ടിക്കാലം മുതൽ എനിക്കിഷ്ടമായിരുന്നു. വത്സലയ്ക്ക് അവനോട് അളവറ്റ കാരുണ്യം തോന്നി. ശരി, ഇന്നത്തേക്ക് മാത്രം. ഞാൻ ജനൽ തുറന്നിടാം. അവളെ പുറകിലെ കിടപ്പുമുറിയുടെ ജനൽ തുറന്നു കൊടുത്തു. അവൻ ജനാലയ്ക്കൽ ചെന്ന് നിന്നു. എരിച്ചിലടിച്ചിട്ടും അവൻ്റെ മുഖം ഈറനായി. തലതല്ലി പെയ്യുന്ന മഴ, കാറ്റോ ഇടിമിന്നലോ ഇടിനാദങ്ങളോ ഇല്ല. 100 വാരയ്ക്കപ്പുറമൊന്നും കാണാനില്ല. മഴയുടെ തിരശ്ശീല വീണ് കിടക്കുകയാണ്. മുറ്റത്തെ ചെടികളും ചില്ലകളും മഴയിൽ കുളിച്ച് ചാഞ്ചാടുന്നു. രതീന്ദ്രൻ്റെ മനസ്സിലൂടെ അനേകം ഓർമ്മകൾ കടന്നുപോയി. പഴയ ഓർമ്മകൾ, കുട്ടിക്കാലം,
അച്ഛനും അമ്മയും ഒത്തുള്ള ശാന്തവും സന്തോഷകരവുമായിട്ടുള്ള ജീവിതം. അങ്ങനെ പലതും. ഇന്ന് തൻ്റെ പിറന്നാളാണല്ലോ എന്ന് അവൻ ഓർത്തു. വത്സല അടുത്ത് വന്നു. എന്താ അത്ര ഗാഢമായിട്ട് ആലോചിക്കുന്നത്? ഓരോന്ന് ഓർത്തുപോയി. എന്താ ഓർത്തത്? ഇന്നെൻ്റെ പിറന്നാളായിരുന്നു. ഷോ, എന്താ നേരത്തെ പറയണ്ടേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക്സ്. ഞാനും എപ്പോഴാണ് ഓർത്തത്. ഒരിക്കലും ഞാൻ എൻ്റെ പിറന്നാളിനെക്കുറിച്ച് ഓർക്കാറില്ല. അമ്മയാണ് എല്ലാ വർഷവും ഓർമ്മിപ്പിക്കുക. രാവിലെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് അമ്പലത്തിൽ കൊണ്ടുപോകും. പിന്നെ വീട്ടിൽ വന്ന പായസം, വിഭവസമൃദ്ധമായ ഉച്ചയൂണ്. വൈകുന്നേരമാണ് ശരിക്കുള്ള ആഘോഷം. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഞാൻ അറിയാത്ത അമ്മ തന്നെ ക്ഷണിച്ചിട്ടുണ്ടാവും. വൈകുന്നേരം അവരെല്ലാം സമ്മാനപ്പൊതികളായിട്ട് വരും. പിന്നെ ഒരു മേളമാണ്, പാട്ട്, നൃത്തം. ഇന്ന് പിറന്നാളെന്നത് ഓർമ്മിപ്പിക്കാൻ എനിക്ക് അമ്മയില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമ്മാനം വാങ്ങിത്തരാൻ അച്ഛനില്ല, ബന്ധുക്കളില്ല, സ്നേഹിതരില്ല. എനിക്കാരുമില്ലടോ, ആരും. പോലീസിനാൽ ഭയപ്പെടുന്ന കൊലയാളിക്ക് എന്ത് പിറന്നാളല്ലേ? ഓരോ നിമിഷവും മരണം പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന എനിക്കെവിടെയാ പിറന്നാൾ ആഘോഷം? രതീന്ദ്രനെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. വത്സലയ്ക്ക് അത് കണ്ട് കരച്ചിൽ വന്നു. അവളുടെ ഹൃദയത്തിൽ അയാളോടുള്ള സ്നേഹത്തിൻ്റെയും അയാളുടെ കാരുണ്യത്തിൻ്റെയും കടലിരമ്പി. വാത്സല്യത്തിൻ്റെ ഒരു വേലിയേറ്റം. എൻ്റെ ജീവിതം എങ്ങനെയായിത്തീരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതാണോ? എത്രയോ നല്ല കാലഘട്ടമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു പോയി. അതിൻ്റെ ശിക്ഷ. അയാളെ ഗദ്ഗതത്തോടെ പുലമ്പി. പിന്നെ എപ്പോഴോ തിരിഞ്ഞു നോക്കുമ്പോൾ വത്സലയെ കണ്ടില്ല. അവൾ പോയി കഴിഞ്ഞിരുന്നു. രാത്രി ഇരുട്ടുന്നവരെ അയാൾ ജനാലയ്ക്കടുത്ത് നിന്നു. പിന്നെ അറയിലേക്ക് കയറിപ്പോന്നു. വത്സല അറയ്ക്കുള്ളിൽ വിളക്ക് കൊളുത്തിയിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവളൊരു പാത്രത്തിൽ ആവി പറക്കുന്ന പായസമായിട്ട് വന്നു. രതീന്ദ്രൻ്റെ അടുത്തിരുന്ന് 2 ഗ്ലാസ്സുകളിൽ പറന്നു. ഒരു ഗ്ലാസ് രതീന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു. രതീന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു. താങ്ക് യു. അയാൾ ഗദ്ഗത കണ്ടനായി. ഞാനൊരു പാവപ്പെട്ടവളല്ലേ, വലിയ സമ്മാനങ്ങളൊന്നും തരാൻ എനിക്ക് കഴിയില്ലല്ലോ. അതിലേ ഉള്ളൂ സങ്കടം. വത്സലയുടെ സ്നേഹമാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം. അനേകം പിറന്നാളുകളിൽ എനിക്ക് കിട്ടിയ എല്ലാ സമ്മാനങ്ങളെക്കാളും ഞാനതിനെ വിലമതിക്കുന്നു. ഈ ഏഴയുടെ സ്നേഹത്തിന് എന്ത് വിലയാണ്? എന്നെ ഇനി എന്തിനു കൊള്ളാം? എല്ലാം നഷ്ടപ്പെട്ടവളല്ലേ ഞാൻ. എൻ്റെ ജീവിതം ഒരു പാഴല്ലേ. ഞാൻ ആരാണ്? നമ്മൾ ഒരുപോലെ വഞ്ചിക്കപ്പെട്ടവരാണ്, തുല്യ ദുഃഖിതര്. നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോഴും പരസ്പരം ആശ്വസിപ്പിക്കുമ്പോഴും അതിനും വലിയൊരു വിലയുണ്ട് വത്സരെ. അവളെ സ്പൂണിൽ പായസം കോരി കനിവോടെ അയാളുടെ വായിൽ വെച്ച് കൊടുത്തു. അയാൾ വാത്സല്യത്തോടെ അവളെ നോക്കിയിരുന്നു. വത്സല എനിക്ക് സ്നേഹദേവതയെ പോലെയാണ്. വത്സലയെ പോലൊരു പെണ്ണിനെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയിരുന്നെങ്കിൽ, നമ്മൾ വളരെ നേരത്തെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്തൊരു ഭാഗ്യവാനായനെ. അവൾ ഒഴിഞ്ഞ ഗ്ലാസ് താഴെ വെച്ചു. ഇനി വേണോ? മതി. ഈ സ്നേഹത്തിന് പ്രത്യുപകാരമായിട്ട് എന്താ ഞാൻ തരേണ്ടത്? ഒന്നും വേണ്ട. ആഗ്രഹങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചോളാം ഞാൻ. വത്സല ഇങ്ങടുത്തിരിക്കൂ. അവൾ അനുസരിച്ചു. രതീന്ദ്രൻ മുഖം കുനിച്ച് അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. സ്നേഹത്തിൻ്റെ ഊഷ്മള മുദ്ര. വത്സല ആകെ കുളിർന്നുപോയി. മിഴികൾ കൂമ്പിയടഞ്ഞു. രതീന്ദ്രൻ അവളെ കൺപോളകളിൽ ഉമ്മ വെച്ചു. പിന്നെ കവിളിൽ വിതുമ്പി വിറയ്ക്കുന്ന ചുണ്ടുകൾ. വത്സല ഒന്ന് പിടഞ്ഞു. നമ്മൾ ആരോരും ഇല്ലാത്തവരാണ്, തുല്യ ദുഃഖിതര്. നമുക്ക് പരസ്പരം സ്നേഹിക്കാം. വത്സല മിഴി തുറന്ന് രതീന്ദ്രനെ നിമിഷങ്ങളോളം നോക്കി. അവൻ വീണ്ടും അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു. വത്സലയുടെ ഹൃദയം ഇരമ്പി, കണ്ണുകൾ നിറഞ്ഞു. വത്സലെ, അവൻ വികാരലോലനായിട്ട് വിളിച്ചു. മനസ്സിലെവിടെയോ അവളെ വിളി കേട്ടു. അവളുടെ കവളുകൾ ചുവന്നു. കിതപ്പിലെ മാറിടം ഉയർന്നു തണു. വത്സലയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണ്? പറഞ്ഞുകൊള്ളൂ. എന്തും തരും ഞാൻ. രതീന്ദ്രന് വേണ്ടി മരിക്കും. അവൾ മന്ത്രിച്ചു. എൻ്റെ ആയുസിൻ്റെ ദിവസങ്ങൾ എണ്ണിപ്പെട്ടു. ഒന്നുകിൽ തൂക്കുമരം, അല്ലെങ്കിൽ വെടിയുണ്ട. അത് തീർച്ചയാണ്. വത്സല എനിക്കൊരു കുഞ്ഞിനെ തരുമോ? എനിക്ക് വേണ്ടി അതിനെ പ്രസവിച്ച് വളർത്തുമോ? എൻ്റെ സ്വത്തുക്കൾക്കെല്ലാം ഒരവകാശി ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നതിന് ഒരു തെളിവ്. എനിക്ക് വേണ്ടി വത്സല അങ്ങനെ ഒരു ത്യാഗം ചെയ്യുമോ? എനിക്കുള്ളത് സകലതും ഞാൻ തരാം. വത്സല സ്നേഹോദരകത്തോടെ അയാളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. പിന്നെ കഴുത്തിലൂടെ കൈയിട്ട് അയാളെ അണച്ചു പിടിച്ച് ചുംബിച്ചു.
വിറയ്ക്കുന്ന ചുണ്ടുകൾ ഇണചീർന്നു. രതീന്ദ്രൻ അവളെ മെല്ലെ ചായച്ചു കിടത്തി. അവളുടെ നിറഞ്ഞ മാറിലും വിളക്കിൻ്റെ വെളിച്ചം മലിഞ്ഞു ചേരുന്ന ഉദരത്തിലും അവൻ്റെ മുഖം ദാഹാർത്ഥമായിട്ടുഴറി. വത്സല വികാരവതിയായിട്ട് പുളഞ്ഞു. അവരൊരാത്മാവും ഒരു ശരീരവുമായിട്ട് ഉരുകിച്ചേരുകയായിരുന്നു. അധ്യായം 32. രതീന്ദ്രനെയും വത്സലയെയും സംബന്ധിച്ചിടത്തോളം മധുവിധിൻ്റെ ദിനരാത്രങ്ങളായിരുന്നു അത്. ഭാര്യാഭർത്താക്കന്മാരെ പോലെ അവർ സ്നേഹിച്ചു, ജീവിച്ചു. പകലെന്നോ രാത്രിയിലെന്നോ ഭേദമില്ലാതെ ഒന്നു ചേർന്നു. അടങ്ങാത്ത ദാഹമായിരുന്നു രണ്ടുപേർക്കും. ഒരു വീട്ടിനുള്ളിൽ പോലും വേർപിരിഞ്ഞിരിക്കാൻ വയ്യാത്ത അവസ്ഥ. അതിന് കാരണമുണ്ടായിരുന്നു. രതീന്ദ്രൻ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിൻ്റെ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് അറിയുന്നതും അനുഭവിക്കുന്നതും. പക്ഷെ ജീവിതം മുഴുവൻ ഇത് അനുഭവിക്കാൻ കഴിയില്ല. തനിക്ക് അധിക നാൾ ഈ സ്നേഹവും സുഖവും അനുഭവിക്കാൻ കഴിയില്ലല്ലോ എന്നോർത്ത് അയാളെ കൂടുതൽ ദാഹാർത്ഥനാക്കി. വത്സലയെ എത്ര സ്നേഹിച്ചാലും മതി വരുന്നില്ല. എപ്പോഴും അവളുടെ മടിത്തട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാൻ അവൻ ആഗ്രഹിച്ചു. സ്നേഹം അയാളെ ഉന്മാദിതനാക്കിയിരുന്നു. വത്സലയുടെ സ്ഥിതിയും മറിച്ചായിരുന്നില്ല. ഒരു പുരുഷൻ്റെ യഥാർത്ഥമായ സ്നേഹത്തിനു വേണ്ടി ദാഹാർത്തിയായിരുന്നു അവൾ. രതീന്ദ്രൻ അത് വേണ്ടുവോളം പകർന്നു നൽകി. അവൾ എല്ലായ്പ്പോഴും അവനോടൊപ്പം കഴിയാൻ ആഗ്രഹിച്ചു. രതീന്ദ്രനോടൊപ്പം വളരെ കുറച്ചു കാലമേ ജീവിക്കാനൊക്കെയുള്ളൂ എന്ന ചിന്ത അവളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം രാജി വീട്ടിലെത്തി. മഹേന്ദ്രൻ എന്ന് തിരിച്ചു വരുമെന്ന് വല്ല വിവരവും കിട്ടിയോ? രതീന്ദ്രൻ ചോദിച്ചു. ഇല്ല, ഒരു വിവരമില്ല, അവൾ പറഞ്ഞു. ഷീലയുടെ കാര്യമോ? ഷീല തിരിച്ചു വന്നിട്ടില്ലെന്നാണ് അറിവ്. ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ലെന്ന് രതീന്ദ്രന് മനസ്സിലായി. താൻ എന്തെങ്കിലും പിടിക്കപ്പെടും. അതിനു മുമ്പ് പ്രതികാരം ചെയ്യണം. വിദേശത്ത് പോയി ഷീലയും മഹേന്ദ്രനെയും കൊല്ലുക അസാധ്യമാണ്. അവരെവിടെ വരുത്താൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അയാൾ ഒരു പദ്ധതി ആലോചിച്ചു. മേനോൻ്റെ വീട് ആക്രമിക്കുക, മേനോനെ വധിക്കുക. സ്വന്തം പിതാവ് കൊല്ലപ്പെട്ടതറിയുമ്പോൾ മഹേന്ദ്രനും ഷീലയും പാഞ്ഞെത്താതിരിക്കില്ല. ഒപ്പം മേനോനോടുള്ള പ്രതികാരവും തീർക്കാം. അയാളും കൂടിയാണ് എന്നെ ഈ നിലയിലെത്തിച്ച്. എന്നെ ആദ്യമായിട്ട് കള്ളക്കേസിൽ കുടുക്കി പോലീസിനെ കൊണ്ട് ക്രൂരമായി മർദ്ദിപ്പിച്ചത് അയാളാണ്. അതുമാത്രമല്ല, മഹേന്ദ്രൻ എനിക്കെതിരായി നടത്തിയ ഗൂഢാലോചനയിലെല്ലാം അയാളുടെ ബുദ്ധിയുള്ളതായിരുന്നു. കോടതിയിൽ എനിക്കെതിരെ കള്ളസാക്ഷി പറയാൻ മേനോനെ എത്തിയിരുന്നില്ലേ? മാത്രമല്ല, മേനോനെ വധിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. മഹേന്ദ്രൻ നിരപരാധിയായ എൻ്റെ അച്ഛനെ നടുറോട്ടിലിട്ട് അടിച്ചു കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അതിന് കണക്ക് ചോദിക്കേണ്ടത് അവൻ്റെ അച്ഛൻ്റെ ചോര കൊണ്ടാണ്. പക്ഷെ വീട്ടിൽ കയറി ആക്രമിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മഹേന്ദ്രൻ്റെ ഗുണ്ടകളും പോലീസും അവിടെ കാവലുണ്ട്. വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കണം. റോഡിൽ വെച്ച് ആക്രമിച്ചാലോ? ശനിയാഴ്ചയും ഞായറാഴ്ചയും മേനോൻ ക്ലബ്ബിൽ പോകുന്ന പതിവുണ്ട്. രാത്രി വളരെ വൈകിയേ മടങ്ങിയെത്താറുള്ളൂ. ഞായറാഴ്ച രാത്രിയിൽ ക്ലബ്ബിൽ പോയി മടങ്ങി വരുന്ന മേനോൻ്റെ കാറ് ആക്രമിക്കുക. മേനോനോടൊപ്പം അംഗരക്ഷകരും ഉണ്ടാകും. അവരെ കൂടെ ആക്രമിച്ച് കീഴടക്കേണ്ടി വരും. രതീന്ദ്രൻ തീരുമാനിച്ചു. ഒരു രാത്രിയിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ അയാൾ പദ്ധതി വത്സലയോട് വിശദീകരിച്ചു. രതീന്ദ്രൻ അപകടത്തിൽപ്പെടുമെന്ന എൻ്റെ പേടി, വത്സല വിഷമത്തോടെ പറഞ്ഞു. പേടിച്ച് എനിക്കെൻ്റെ ലക്ഷ്യം പൂർത്തിയാകാതിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഞാൻ പിടിക്കപ്പെടും. രതീന്ദ്രൻ ഇവിടെ എത്ര കാലം വേണമെങ്കിലും ഒളിച്ചു താമസിച്ചോ? ആരും കണ്ടുപിടിക്കുകയില്ല. അതുമല്ല, അതൊന്നും നടക്കുന്ന കാര്യമാണോ പെണ്ണെ? രതീന്ദ്രനെ നഷ്ടപ്പെട്ട ശേഷം എനിക്ക് ജീവിച്ചിരിക്കണമെന്ന് തോന്നുന്നില്ല. മണ്ടത്തരം പറയാതെ നീ ജീവിച്ചിരിക്കണം, എനിക്ക് വേണ്ടി. നിന്റെ ഉദരത്തിൽ രൂപം കൊള്ളാൻ പോകുന്ന എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്. കിടക്കാൻ നേരം വത്സല അറയിൽ വന്നു. രതീന്ദ്രൻ്റെ തൻ്റെ നെഞ്ചിലേക്ക് അവളെ ചായച്ചു കിടത്തി. മരിച്ചാലും എൻ്റെ ആത്മാവ് നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ കൂടെ തന്നെ ഞാനുണ്ടാവും. അവൻ അവളെ അമർത്തി ചുംബിച്ചു. വികാരസമുദ്രം ഇളകി. കൂടുതൽ തിരമാലകൾ ഉയർന്നു. തീരത്തെ ആഞ്ഞു പുണർന്നു. മണൽക്കരകൾ പുതഞ്ഞിറങ്ങി. വികാരത്തിൻ്റെ വേലിയേറ്റം ക്ഷമിച്ചു. തീരവും തിരയും തളർന്നുറങ്ങി. രാത്രി കൂറ്റാക്കൂറ്റിരട്ട്. തെങ്ങോലകളെ അടിച്ചുലച്ചുകൊണ്ട് പടിഞ്ഞാറ് നിന്നും കാറ്റ് വീശുന്നു. അടുത്തെങ്ങും വീടുകളില്ല. ചുറ്റോട് ചുറ്റും വിശാലമായ തെങ്ങിൻതോപ്പ്. തെങ്ങിൻതോപ്പിന് നടുവിലൂടെ പോകുന്ന ഇടുങ്ങിയ റോഡ്. റോഡിലൊരു കലുങ്കുണ്ട്. അതിനു മറഞ്ഞാണ് രതീന്ദ്രൻ ഇരിപ്പ്. അർദ്ധരാത്രി കഴിഞ്ഞു. ദൂരെ എവിടെയോ കോഴി കൂവി. 12:30 എക്സ്പ്രസ് 3 വണ്ടി പാഞ്ഞു പോകുന്നതിൻ്റെ ഒച്ച ചക്രവാളത്തിൽ നിന്നെണ്ണം കേട്ടു. എവിടെയോ ചാവാലിപ്പട്ടി ഓരിയിടുന്നു. പട്ടിക്കാലം കൂവുന്നത് മരണത്തിൻ്റെ വരവ് വിളിച്ചറിയിച്ചുകൊണ്ടാണത്രേ. സമീപ പ്രദേശത്ത് എവിടെയെങ്കിലും മരണം നടക്കും. കാലം പോത്തിൻ്റെ പുറത്തു കയറി വരുന്നത് പട്ടിക്ക് കാണാൻ കഴിയത്രേ. ശരിയാവാം.
പോത്തിയും പുറത്തു കയറി കാലൻ സവാരി ആരംഭിച്ചിട്ടുണ്ടാവണം. ആരുടെ ജീവനാണ് അപഹരിക്കപ്പെടുക? ദൂരെ നിന്നും കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ കാണായി. മേനോൻ്റെ കാറായിരിക്കും. ഈ തെങ്ങിൻതോപ്പ് മേനോൻ്റെ വകയാണ്. മേനോൻ്റെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് റോഡാണിത്. മേനോൻ കാറിലുണ്ടാവുമോ? അംഗരക്ഷകർ എത്ര പേരുണ്ടാവും? ഒരു പിടിയില്ല. രണ്ടും കൽപ്പിച്ച് ആക്രമിക്കുക തന്നെ. രതീന്ദ്രൻ നേരത്തെ തന്നെ മുറിച്ചിട്ട തെങ്ങിൻതടിയും കല്ലുകളെല്ലാം ഉരുട്ടിക്കയറ്റി റോഡ് ബ്ലോക്ക് ചെയ്തിരുന്നു. കാറ് അടുത്തടുത്ത് വന്നുകൊണ്ടിരുന്നു. ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചത്തിൽ സമീപ പ്രദേശങ്ങളെല്ലാം വ്യക്തമായിരുന്നു. ഇവിടെ നിന്നും കഷ്ടിച്ച് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മേനോൻ്റെ വീട്ടിലേക്ക്. രതീന്ദ്രൻ പിസ്റ്റൾ അരയിൽ നിന്നെടുത്തു. അതിൻ്റെ വെടിത്തിരകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. പിന്നെ ഏത് നിമിഷവും വെടിപൊട്ടിക്കത്തക്ക വിധം തോക്ക് തയ്യാറാക്കി പിടിച്ചു നിന്നു. പാഞ്ഞു വന്ന കാറ് കലങ്കിനടുത്ത് സഡൻ ബ്രേക്ക് ഇട്ടു. റോഡിൽ സൃഷ്ടിച്ചിരുന്ന മാർഗതടസ്സം അവിടെ കണ്ണിൽപ്പെട്ടു കഴിഞ്ഞു. റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നല്ലോ, ഡ്രൈവർ പറഞ്ഞു. ആരുടെ പണിയായത്? മേനോൻ്റെ സ്വരം. മുതലാളി ഇറങ്ങണ്ട, ഞങ്ങൾ നോക്കാം, പിൻസീറ്റിലിരുന്ന് ആരോ പറഞ്ഞു. അംഗരക്ഷകനായിരിക്കും. എൻജിൻ ഓഫ് ചെയ്തിട്ട് ഡോർ തുറന്ന് ഡ്രൈവർ ആദ്യം പുറത്തിറങ്ങി. പിറകെ പിൻസീറ്റിലിരുന്ന 2 പേരും കൂടി ഇറങ്ങി. അവർ വെളിച്ചത്തേക്ക് വന്നു. മഹേന്ദ്രൻ്റെ ഗുണ്ടകളാണ് അവർ. അവരിപ്പോൾ മേനോൻ്റെ ബോഡി ഗാർഡുകളാണ്. കാറിൽ നിന്നിറങ്ങിയവർ 4 പാട് നോക്കി. കുറേ നേരം സംശയിച്ചങ്ങനെ നിന്നു. രതീന്ദ്രൻ തോക്ക് ചൂണ്ടി വീർപ്പടക്കി നിന്നു. അയാളെ ആർക്കും കാണാൻ വയ്യ. അവർ റോഡിലെ തടസ്സം നീക്കം ചെയ്യാൻ ആരംഭിച്ചു. രതീന്ദ്രൻ്റെ തോക്ക് ഗർജിച്ചു. ആദ്യം വെടിയേറ്റു വീണത് ഡ്രൈവറാണ്. മറ്റു 2 പേർ തോക്കെടുത്തു വെച്ച് വെടിവെച്ച ലക്ഷ്യം ഊഹിച്ച് രതീന്ദ്രൻ നിന്ന ഭാഗത്തേക്ക് വെടിവെച്ചു. രതീന്ദ്രൻ തെങ്ങിനു പിന്നിലും മറഞ്ഞു. അകത്തിരുന്ന മേനോൻ അപകടം മണത്തെറിഞ്ഞു. അയാൾ നടക്കത്തോടെ കാറിൻ്റെ വിൻഡോ ഗ്ലാസ് ഉയർത്തി വെച്ചു. എന്നിട്ട് ഡ്രൈവറുടെ സീറ്റിലിരുന്ന എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. രതീന്ദ്രൻ പെട്ടെന്ന് കാറിൻ്റെ മുൻവീലുകൾ 2ഉം വെടിവെച്ച് തകർത്തു. പിന്നെ അംഗരക്ഷകരുടെ നേർക്ക് വെടിപൊട്ടിച്ചു. ഇരുട്ടായതിനാൽ എവിടെ നിന്നാണ് വെടിപൊട്ടുന്നതെന്ന് കണ്ടുപിടിക്കുക ദുസ്സഹമായിരുന്നു. രതീന്ദ്രൻ്റെ ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ച് അവരെ പെട്ടെന്ന് തിരിച്ചു വെടിവെച്ചു. രതീന്ദ്രൻ കമന്നു കിടക്കുകയെന്നാൽ വെടിയേറ്റില്ല. അംഗരക്ഷകർ 2 പേരും വെടിയേറ്റ് അലർച്ചയോടെ നിലംപറിച്ചു. പെട്ടെന്ന് കാറിൻ്റെ ലൈറ്റുകൾ അണഞ്ഞു. എൻജിൻ ഓഫായി. രതീന്ദ്രൻ വേഗം റോഡിലേക്ക് ചാടിക്കയറി. മേനോൻ ഇരുട്ടത്ത് ഓടി രക്ഷപ്പെടാൻ പോവുകയാണെന്ന് അയാൾ ആദ്യം വിചാരിച്ചത്. രതീന്ദ്രൻ കാറിൻ്റെ മുമ്പിൽ ചെന്ന് തോക്ക് ചൂണ്ടി അലറിപ്പിടിച്ച് അയാൾ അലറി. ഇറങ്ങി വാടാ വെളിയിൽ, ഇനി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. മുൻവശത്തെ ഗ്ലാസ്സിലൂടെ അകത്തിരിക്കുന്ന മേനോനെ അയാൾ വ്യക്തമായി കണ്ടു. രാജവെമ്പാലയേക്കാൾ വിഷമുള്ള 2 മക്കളെ ജനിപ്പിച്ച് വളർത്തി നമ്പർ 1 ക്രിമിനലുകളാക്കി മാറ്റിയ മിസ്റ്റർ മേനോൻ, ഇറങ്ങി വാ, ഇനി നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയില്ല. രതീന്ദ്രൻ അലറി. മിസ്റ്റർ മേനോൻ, നിങ്ങൾ എന്നെ ദ്രോഹിച്ചതിന് കണക്കില്ല. മക്കളെ കൊണ്ട് നിങ്ങൾ പലതും ചെയ്യിച്ചു. എൻ്റെ അച്ഛനെ കൊല്ലുക വരെ ചെയ്തു. എൻ്റെ കുടുംബം തകർത്തു. അതിനൊക്കെ നിങ്ങളോട് പ്രതികാരം ചെയ്യാനെത്തിയാണ് ഞാൻ. പെട്ടെന്ന് ഗ്ലാസ്സിനുള്ളിൽ നിന്നും വെടിപൊട്ടി. മുൻവശത്തെ ഗ്ലാസ് തകർന്ന് ചിതറി. രതീന്ദ്രൻ വെട്ടിയിട്ടതുപോലെ റോഡിൽ വീണു. അയാൾ മുറിവേറ്റ നായിയെപ്പോലെ മൂങ്ങിക്കൊണ്ട് റോഡിൽ കൈകാലുകൾ ഇട്ടടച്ചു പിടഞ്ഞു. അദ്ദേഹം 33. യഥാർത്ഥത്തിൽ രതീന്ദ്രന് വെടിയേറ്റിരുന്നില്ല. ആപത്ത് മനസ്സിലാക്കി അയാൾ വെടിയേറ്റതുപോലെ അഭിനയിക്കുകയായിരുന്നു. മേനോൻ്റെ കയ്യിൽ തോക്കുണ്ടെന്ന് അയാൾ വെടിവെക്കുമെന്നോ രതീന്ദ്രൻ സ്വപ്നത്തെ പോലും കരുതിയിരുന്നില്ല. അംഗരക്ഷകരിൽ നിന്ന് മാത്രമേ പ്രത്യാക്രമണം പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. മേനോൻ ബുദ്ധിപൂർവ്വമാണ് പ്രവർത്തിച്ചത്. ഡോറ് തുറക്കാതെ കാറിൻ്റെ ഗ്ലാസ്സിലൂടെ തന്നെ വെടിവെച്ചു. എന്തായാലും വെടിയേൽക്കാതെ താൻ രക്ഷപ്പെട്ടു. രതീന്ദ്രൻ കാലുകൾ ഇളക്കിക്കൊണ്ട് ഞരങ്ങി. കയ്യിലെപ്പോഴും തോക്ക് തയ്യാറാക്കി പിടിച്ചിരിക്കുകയായിരുന്നു. മേനോൻ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ഡോർ അടഞ്ഞതും രതീന്ദ്രൻ കിടന്ന കിടപ്പിൽ മേനോൻ്റെ നേർക്ക് തുരുതുര നിറയൊഴിച്ചു. മേനോൻ തലക്കടിയേറ്റതുപോലെ മുഖമടച്ചു വീണു. അയാൾക്കൊന്നും നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. ഹൃദയത്തിൽ തറഞ്ഞു കയറിയ ആദ്യത്തെ വെടിയുണ്ട് തന്നെ അയാളുടെ ജീവൻ അപഹരിച്ചിരുന്നു. രതീന്ദ്രൻ എഴുന്നേറ്റ് മേനോൻ്റെ ശരീരത്തിനടുത്തേക്ക് ചെന്നു. അതിന് ജീവനില്ലെന്ന് ഉറപ്പുവരുത്തി. അനന്തരം കാറിൻ്റെ ഡോറുകൾ തുറന്ന് ഉൾവശം പരിശോധിച്ചു. ഡാഷ്ബോർഡിന് മീതെ നിന്നും ഒരു അത്യാധുനിക റിവോൾവറും ഏതാനും ബുള്ളറ്റുകളും കിട്ടി. പിന്നെ കുറച്ച് പണം. ഒരു ഡപ്പയ്ക്കുള്ളിൽ നിന്നും കുറേ സ്വർണ്ണാഭരണങ്ങൾ. അതെല്ലാം രതീന്ദ്രൻ കൈവശപ്പെടുത്തി. മേനോൻ്റെയും ബോഡി ഗാർഡുകളെയും റിവോൾവർ അയാൾ കവർന്നെടുത്തു. പോകാൻ നേരം അയാൾ മനസ്സിൽ പിറുവിറുത്തു. മഹേന്ദ്ര, എൻ്റെ അച്ഛനെ നടുറോട്ടിലിട്ട് കൊല്ലാക്കൊല ചെയ്തതിൻ്റെ പ്രതികാരം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. നിനക്കിന് ഇവിടേക്ക് വരാതിരിക്കാനൊക്കില്ല. നിൻ്റെയും ഷീലയുടെയും കൂടി ചോര എനിക്ക് വേണം. എത്രയും വേഗം വരിക. നിൻ്റെ അച്ഛൻ്റെയും ശേഷക്രിയകൾ നടത്തുക. അതിനുശേഷം നിന്നെ ഞാൻ കാലപുരിക്ക് അയക്കും.
രതീന്ദ്രൻ തോക്കുകളേന്തി ഇരുട്ടിലൂടെ നടന്നകന്നു. കാടും നാടും നടുക്കുന്ന ഒറ്റയാനെ പോലെ. ഷീലയും ഭർത്താവും സ്വിറ്റ്സർലാൻഡിലും മധുവിധ ആഘോഷിക്കുകയാണ്. ഓരോ ദിവസമെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാവും. ചിലപ്പോഴവർ കാറിൽ പ്രകൃതി രമണീയമായ ഗ്രാമങ്ങളിലൂടെ ചുറ്റിയലയും പുൽമൈതാനങ്ങളിലൂടെ കുതിരസവാരി നടത്തും. മറ്റു ചിലപ്പോൾ പട്ടണങ്ങളിൽ നിന്നും പട്ടണങ്ങളിലേക്ക് യാത്ര ചെയ്യും. ഹിമാവൃതമായ കുന്നുകളിൽ പർവ്വതാരോഹണത്തിന് പോകുന്ന ദിവസങ്ങളും ഉണ്ടായിരുന്നു. ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ ഹോട്ടലിൽ അടുത്ത മുറിയിൽ താമസിക്കുന്ന ഒരു ടെന്നീസ് കളിക്കാരനുമായിട്ട് ഷീല പരിചയപ്പെട്ടത്. ജോസഫ് മാർട്ടിൻ എന്നാണ് അയാളുടെ പേര്. 6 അടിയോളം ഉയരമുള്ള ബലിഷ്ഠകായനായ ഒരു ചെറുപ്പക്കാരൻ, വെളുത്തു തുടുത്ത സുന്ദരൻ. ഹോട്ടലിന് മുമ്പുള്ള കോർട്ടിൽ അയാൾ പ്രാക്ടീസിന് പോകുമ്പോൾ ഷീലയെ കാണാൻ ചെല്ലും. അയാളുടെ കരുത്തുറ്റ പേശികൾ, ചടുലമായ ചലനങ്ങളും അവളിൽ ആസക്തി പടർത്തി. മാർട്ടിന് ഷീലയെയും ഇഷ്ടമായി. ആ ഇന്ത്യൻ യുവതിയുടെ മാദക സൗന്ദര്യം അയാളെ പ്രലോഭിതനാക്കി. മിക്കപ്പോഴും ഷീലയും ഭർത്താവിനും മാർട്ടിനും ഒന്നിച്ച് കാപ്പി കഴിച്ചു. ഒരു ദിവസം അവരൊന്നിച്ച് പർവ്വത ആരോഹണത്തിന് പോയി. ഷീലയ്ക്കും മാർട്ടിനുള്ള ആസക്തി കൂടിക്കൂടി വരികയായിരുന്നു. ഒരു വെള്ളക്കാരനുമൊത്ത് ജീവിതത്തിൽ കുറേ നിമിഷങ്ങളെങ്കിലും ഒന്നിച്ച് കഴിയണമെന്നുള്ള വളരെ മുമ്പ് തന്നെ അവളിൽ ചേക്കേറിയ ഒരു അഭിലാഷമായിരുന്നു അത്. സായിപ്പന്മാരുടെ കിടപ്പറ രംഗങ്ങൾ അവൾ നീലച്ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്. അന്നു മുതൽ മുട്ടിട്ട് തുടങ്ങിയ ഒരാഗ്രഹമാണിത്. ഒരു ദിവസം ഷീലയ്ക്ക് നല്ലൊരു അവസരം കൈവന്നു. അവളുടെ ഭർത്താവ് സ്വീഡനിലേക്ക് പോകാനുള്ള വിമാന ടിക്കറ്റുകൾ ശരിയാക്കുവാനായിട്ട് എയർപോർട്ടിൽ പോവുകയായിരുന്നു. ഷീല ജോസഫ് മാർട്ടിൻ്റെ വാതിൽക്കൽ മുട്ടി. അയാൾ വന്ന് വാതിൽ തുറന്നു. ഷീലയെ കണ്ട് പുഞ്ചിരിച്ചു. "ഓ ഷീല, കമോൺ." അയാൾ അവളെ തൻ്റെ സ്യൂട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. "ഭർത്താവ് എവിടെ?" എന്ന് ചോദിച്ചപ്പോൾ എയർപോർട്ടിൽ പോയിരിക്കുകയാണെന്ന് ഷീല പറഞ്ഞു. മാർട്ടിന് സന്തോഷമായി. മാർട്ടിൻ റെക്കോർഡ് പ്ലെയർ പ്രവർത്തിപ്പിച്ചു. മൈക്കൽ ജാക്സന്റെ ഏറ്റവും പുതിയ ഗാനം ഒഴുകി വന്നു. വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ദ്രുതതാളത്തിനൊപ്പം നൃത്തം ചെയ്യാൻ മാർട്ടിൻ ഷീലയെയും ക്ഷണിച്ചു. ഷീല മടിച്ചില്ല. കൈകോർത്ത് പിടിച്ച് അവർ അല്പനേരം ഡാൻസ് ചെയ്തു. പിന്നെ മാർട്ടിൻ ഒരു കൈ അവളുടെ ചുമലിലൂടെ ചുറ്റി ഇടതുഭുജത്തിൽ അർപ്പിച്ചു. മറ്റേ കൈ അവളുടെ അരക്കെട്ടിൽ അമർത്തിക്കൊണ്ട് ചടുല നൃത്തം തുറന്നു. ഷീല കിടക്കാൻ തുടങ്ങിയിരുന്നു. അവളുടെ മുഖവും ചുണ്ടുകളും ചുവന്നു തുടുത്തു. നാസിക തുമ്പിൽ വിയർപ്പുമണികൾ ഉരുണ്ടുകൂടി. അവൾ ആവേശഭരിതയാണെന്ന് മനസ്സിലാക്കിയ മാർട്ടിൻ അവളുടെ മുഖം പിടിച്ചടുപ്പിച്ച് ചുവന്ന ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. ഷീലയ്ക്ക് ശ്വാസം മുട്ടും വിധം കരുത്തുറ്റ ദീർഘമായ ചുംബനം. അവൾ ഇരു കൈകൾ കൊണ്ടും അയാളെ വരിഞ്ഞു മുറുക്കി. മാർട്ടിൻ ഒരു പൂങ്കുല എന്ന പോലെ അവളെ കോരിയെടുത്ത് കിടക്കയിലിട്ടു. അയാളുടെ വിരലുകളും ദാഹാർത്തമായ ചുണ്ടുകളും അവളുടെ മാദകമേനയിൽ പരതി സഞ്ചരിച്ചു. ഷീല വികാരവതിയായി പൊളിഞ്ഞു. "ബിഗ് പ്ലീസ് മൈ ഡാർലിംഗ്." അവളെ സന്നി പിടിച്ചതുപോലെ വിറച്ചുകൊണ്ട് പുലമ്പി. മാർട്ടിൻ അവളെ തൻ്റെ കരുത്തുറ്റ കൈകൾ കൊണ്ട് പൊതിഞ്ഞു. 2 മണിക്കൂറിന് ശേഷം ഷീല തൻ്റെ മുറിയിൽ തിരിച്ചെത്തി. അവൾ നന്നേ തളർന്നിരുന്നു. എങ്കിലും അവാച്യമായ ഒരാനന്ദം, ഒരു നിർവൃതി, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സംതൃപ്തി അവളുടെ മുഖത്ത് കളിയാടി. ആലസ്യത്തോടെ അവൾ കിടക്കയിൽ വീണു. പിന്നെയും വളരെ സമയം കഴിഞ്ഞാണ് ഷീലയുടെ ഭർത്താവ് എത്തിയത്. അയാൾക്കൊരു സംശയം തോന്നിയില്ല. പിന്നെ പലപ്പോഴും ഷീല മനഃപൂർവ്വം ഓരോ സന്ദർഭങ്ങൾ സൃഷ്ടിച്ച് മാർട്ടിനുമായി ഒത്തുചേർന്നു. അയാളുടെ വന്യമായ കരുത്തിൽ ഞെരിഞ്ഞം വരാൻ അവൾ വല്ലാതെ ദാഹിച്ചു. ഷീലയുടെ ഭർത്താവിന് ക്രമേണ അവളിൽ സംശയം ജനിച്ചു തുടങ്ങി. എങ്കിലും അയാളത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. ഒരു ദിവസം അയാൾ പറഞ്ഞു, "ഇന്നൊരു കുതിരപ്പന്തയുണ്ട്, നമുക്ക് പോകാം. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്." "ഞാനില്ല," ഷീല പറഞ്ഞു. "എന്താ, എന്തു പറ്റി?" "എനിക്കൊരു മൂഡില്ല, തലവേദന, നിങ്ങൾ പോയിക്കോ." "ശരി, എന്നാൽ ഞാൻ പോകാം അല്ലേ." അയാൾ വേഷം മാറി പുറത്തേക്കിറങ്ങി. കാറിൽ കയറി ഹോട്ടൽ വളപ്പിന് വെളിയിലേക്ക് ഓടിച്ചുപോയി. നിമിഷങ്ങൾക്കകം അയാൾ തിരിച്ച് മുറിയിലെത്തി. അപ്പോൾ ഷീല മുറിയിലില്ല. കോപഭ്രാന്തനായ അയാൾ മാർട്ടിൻ്റെ സ്യൂട്ടിലേക്ക് പോയി അവിടുത്തെ വാതിൽ മുട്ടി വിളിച്ചു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം മാർട്ടിൻ വാതിൽ തുറന്നു. മാർട്ടിന് ഒരു ടവൽ മാത്രമേ അരയിൽ ചുറ്റിയിരുന്നുള്ളൂ. മാർട്ടിനെ തള്ളി മാറ്റിയിട്ട് അയാൾ അകത്തേക്ക് പാഞ്ഞു കയറി. അർദ്ധനഗ്നയായി കിടക്കയിൽ കിടക്കുകയായിരുന്ന ഷീലയെ വലിച്ചെഴുന്നേൽപ്പിച്ച് 2 ചെകിട്ടത്തും 2 വീതം പൊട്ടിച്ചു. പിന്നെ അവളെ വലിച്ചിടിച്ച് തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവളെ തറയിലേക്ക് ചുഴട്ടിയെറിച്ചു. "എടി ഡാഷേ, നിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലേണ്ടതാണ് ഞാൻ. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. എന്നോട് ക്ഷമിക്കൂ, ഒരബദ്ധം പറ്റി, മാപ്പ്." അവൾ അയാളുടെ കാലിൽ പിടിച്ച് യാചിച്ചു. "ഇതിനായിരുന്നോടെ നിന്റെ തലവേദന?
കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നു. അവനുമായിട്ടുള്ളൊരു കൊഞ്ചിക്കുഴയിൽ. അയാളിൽ നിന്ന് കിതച്ചു. പിന്നെ കൽപ്പിച്ചു, വേഗം പാക്ക് ചെയ്തോ, നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ഇന്ന് തന്നെ താമസം മാറുകയാണ്. ഇനി നമ്മൾ സ്വീഡനിലേക്കല്ലേ പോകുന്നത്? എന്തിന്? അവിടെയുള്ള ഏതെങ്കിലും ഒരുത്തനെ കൂടി ഇനി വലയിൽ വീഴിക്കാനോ? ഇനി എങ്ങോട്ടുമില്ല, എത്രയും വേഗം നാട്ടിലേക്ക്. അയ്യോ പ്ലീസ്, ഒരാഴ്ച കൂടി നമുക്കിവിടെ താമസിക്കാം. നോ, ഈ ഹോട്ടലിൽ നിന്നും താമസം മാറാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വേറെ ഏതെങ്കിലും പട്ടണത്തിൽ പോയി താമസിക്കാം. അയാൾ അപ്പോൾ തന്നെ പാക്കപ്പ് ചെയ്യാൻ തുടങ്ങി. ഗത്യന്തരമില്ലാതെ ഷീലയും സഹായിച്ചു. അവർ പോകാൻ ഒരുങ്ങിയപ്പോൾ ഒരു ടെലഗ്രാം കേരളത്തിൽ നിന്നും. ഷീലയുടെ അച്ഛൻ ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടു. വേഗം പുറപ്പെടുക. ഷീല സ്തബ്ധയായിട്ട് നിന്നു. അവളുടെ ഭർത്താവിനെ ആ വാർത്ത നടുക്കി. വേഗം പുറപ്പെടാം, ഒട്ടും വായിക്കണ്ട, അയാൾ പറഞ്ഞു. ഹോട്ടൽ മുറി വെക്കേറ്റ് ചെയ്ത ശേഷം അവർ എയർപോർട്ടിലേക്ക് പാഞ്ഞു. ഏറ്റവും അടുത്ത ഫ്ലൈറ്റിൽ അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു. മഹേന്ദ്രൻ ജപ്പാനിൽ സുഖവാസം നടത്തുകയായിരുന്നു. നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള ഉല്ലാസയാത്ര, ബുദ്ധവിഹാരങ്ങൾ സന്ദർശിക്കൽ, രാത്രിയിൽ അതിസുന്ദരികളായ ഗേഷികളോടൊപ്പം നടത്തുന്ന മധുരോത്സവങ്ങൾ, രഥോത്സവങ്ങൾ, ആകെക്കൂടി സ്വർഗീയമെന്ന് തോന്നൽ. ആ ഉത്സാഹത്തിമുറപ്പിൽ ആഘോഷങ്ങളിൽ അയാൾ രതീന്ദ്രനെ മറന്നു. നാടും വീടും മറന്നു. മഹേന്ദ്രൻ സുഖത്തിൻ്റെ പാനപാത്രം ആവോളം ആസ്വദിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു കമ്പി സന്ദേശം. അച്ഛൻ കൊല്ലപ്പെട്ടു, ഉടൻ പുറപ്പെടുക. മഹേന്ദ്രൻ ഞെട്ടിപ്പോയി. രതീന്ദ്രനാണ് ഇതിന് പിന്നിലെന്ന് അയാൾ ഊഹിച്ചു. താൻ അയാളുടെ അച്ഛനെ കൊന്നതിൻ്റെ പ്രതികാരം. രതീന്ദ്രൻ ഇനിയും പോലീസ് പിടികൂടിയിട്ടില്ല എന്നർത്ഥം. രതീന്ദ്രനുള്ള നാട്ടിലേക്ക് പോകാൻ മഹേന്ദ്രന് ഭയം തോന്നി. പക്ഷെ തൻ്റെ അച്ഛനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഭയന്നു നിന്നാൽ ഒക്കില്ല. മഹേന്ദ്രൻ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അധികം താമസിക്കാതെ അയാൾ വിമാനത്തിൽ യാത്ര തിരിച്ചു. അധ്യായം 34. ഷീലയും മഹേന്ദ്രനും നാട്ടിലെത്തി. അവരുടെ വീട്ടിലും പരിസരത്തും കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. മേനോനെ കൊലപ്പെടുത്തിയത് രതീന്ദ്രനാണെന്ന കാര്യത്തിൽ പോലീസിനും മേനോന്റെ വീട്ടുകാർക്കും സംശയം ഉണ്ടായിരുന്നില്ല. പോലീസ് രതീന്ദ്രന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതപ്പെടുത്തി. സമീപ പ്രദേശങ്ങളിലെല്ലാം വിശദ പരിശോധനകൾക്ക് വിധേയമാക്കി. എല്ലാ വീടുകളിലും കയറിയിറങ്ങി പലരെയും ചോദ്യം ചെയ്തു. പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല. ഒടുവിൽ പോലീസ് നായ്ക്കൾ വന്നു. അവൻ മണം പിടിച്ച് പുഴക്കര വരെ പോയി. പുഴയുടെ 2 കരയിലും നായ്ക്കളെ കൊണ്ടുവന്ന് തീരത്തുള്ള പല വീടുകളിലും പരിശോധിച്ചു. എല്ലാം വിഫലം. മേനോന്റെ ശവസംസ്കാരത്തിനും മറ്റു ചടങ്ങുകൾക്കെല്ലാം കനത്ത പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഷീലയുടെയും മഹേന്ദ്രൻ്റെയും ചുറ്റിന് എപ്പോഴും പോലീസുകാർ. കാരണം ഏത് നിമിഷവും രതീന്ദ്രൻ ആക്രമിക്കുന്നെന്ന് അറിയില്ല. അവരുടെ കൈവശം തോക്കുകളുണ്ട്. ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നിടത്ത് രതീന്ദ്രൻ പ്രച്ഛന്ന വേഷത്തിൽ കടന്നുകൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ മഫ്റ്റി വേഷത്തിൽ പോലീസുകാർ പരിധി നടക്കുന്നുണ്ടായിരുന്നു. ശവസംസ്കാര ചടങ്ങുകൾ അവസാനിച്ചു. ഷീലയും മഹേന്ദ്രനും ഓരോ നിമിഷവും ഭീതിയോടെയാണ് തള്ളിവിട്ടത്. എവിടെ നിന്നാണ് വെടിയുണ്ട പാഞ്ഞു വരുന്നതെന്നറിയില്ല. കർമ്മങ്ങൾ അവസാനിപ്പിച്ചിട്ട് എത്രയും വേഗം വിദേശത്തേക്ക് കടന്നാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇരുവർക്കും. പക്ഷേ കർമ്മങ്ങൾ തീർക്കണമെങ്കിൽ ആഴ്ചകൾ പലതും കഴിയണം. അവരിനി വിദേശത്തേക്ക് പോകുന്നതിൽ പോലീസിന് എതിർപ്പുണ്ടായിരുന്നു. കാരണം അവർ സ്ഥലത്തുണ്ടെങ്കിലേ രതീന്ദ്രനെ പിടികൂടാനാവൂ. പോലീസിന് രതീന്ദ്രനെ കസ്റ്റഡിയിലെടുക്കണമെങ്കിൽ ഷീലയെയും മഹേന്ദ്രനെയും കരുക്കളാക്കി കെണിയൊരുക്കണം. രതീന്ദ്രൻ പ്രതികാരത്തിന് വരുമ്പോൾ പിടികൂടത്തക്ക വിധം അവരെ പല പദ്ധതികളും ആസൂത്രണം ചെയ്തു. ഷീലയും മഹേന്ദ്രനും സ്ഥലത്തെത്തിയ വിവരം അറിഞ്ഞെങ്കിലും തൽക്കാലം രതീന്ദ്രൻ ഒന്നിനും മുതിർന്നില്ല. അവർക്ക് നല്ല പോലീസ് കാവലുണ്ടാവുമെന്ന് അയാൾ ഊഹിച്ചിരുന്നു. മാത്രമല്ല, ഈ അവസരത്തിൽ തന്നെ പിടികൂടാൻ അവരെന്തെങ്കിലും കെണി ഒപ്പിക്കാതിരിക്കില്ലെന്ന് അയാൾക്കുറപ്പായി. ഏതായാലും വീണ്ടും ഒരു വിദേശത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തൻ്റെ ജോലി തീർക്കണം. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും അവസരം കിട്ടിയെന്ന് വരില്ല. രാജി മുഖേന മഹേന്ദ്രൻ്റെയും ഷീലയുടെയും ചലനങ്ങളെല്ലാം രതീന്ദ്രൻ അറിഞ്ഞുകൊണ്ടിരുന്നു. ഷീല അവളുടെ ഭർതൃഗൃഹത്തിലാണ് താമസം. പക്ഷേ ഭർത്താവുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല താനും. ഭർത്താവ് അവളുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തിയേക്കുമെന്ന് സൂചന ലഭിച്ചു. സംഗതി വാസ്തവമായിരുന്നു. ഷീല സിസ് ഹോട്ടലിൽ വെച്ച് അന്യപുരുഷനുമായി വീഴ്ചയിലേർപ്പെട്ട രംഗം അയാൾ നേരിൽ കണ്ടതാണ്. പിന്നീട് നാട്ടിലെത്തിയപ്പോഴാട്ടെ മറ്റു കഥകളും കേട്ടു. ഷീലയുടെ അച്ഛൻ കൊല്ലപ്പെട്ടതിന് പിന്നിൽ പല രഹസ്യങ്ങളുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ഷീലയെ അടുത്തറിയാമെന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാളോട് കാര്യം തുറന്നു പറഞ്ഞു. ഷീലയാണ് സകലതിനും കാരണം. അവളും കൊലയാളി രതീന്ദ്രനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഊട്ടി തടാകത്തിൽ മുങ്ങിച്ചാകാൻ പോയ അവളെ അവനൊരിക്കൽ രക്ഷപ്പെടുത്തി. അതോടെ പ്രേമം ആരംഭിച്ചു. ഹോട്ടൽ മുറിയിലായിരുന്നു പ്രേമത്തിൻ്റെ തിരഞ്ഞെടുത്ത താവളങ്ങൾ. അവൾക്കും അടുത്തപ്പോൾ അവൾ പതുക്കെ ആകുന്നു. പക്ഷേ രതീന്ദ്രൻ കടുത്ത പ്രേമത്തിലായിരുന്നു. അകൽച്ച അവൻ ആഗ്രഹിച്ചില്ല. അവൻ വീണ്ടും അടുക്കാൻ ശ്രമിച്ചു. അപ്പോഴവൾ ആങ്ങളെ കൊണ്ട് തല്ലിച്ചു. അവൻ്റെ കസിനെ ബലാത്സംഗം ചെയ്ത് കൊല്ലിച്ചു. അച്ഛനെ വഴിയിലിട്ട് കൊന്നു.
സ്നേഹിതനെ കുത്തിക്കൊന്ന ശേഷം ആ കുറ്റം രതീന്ദ്രന്റെ മേൽ കെട്ടിച്ചു. ചെയ്യാത്ത കുറ്റത്തിന് വധശിക്ഷ വിധിക്കപ്പെട്ട അവൻ പ്രതികാരം ചെയ്യാൻ പുറത്തുചാടി. തന്നെ കൊലയാളിയാക്കി ഇൻസ്പെക്ടർ അവൻ ആദ്യം തട്ടി, പിന്നെ ഷീലയുടെ അച്ഛനെ തട്ടി. ഇനി മഹേന്ദ്രനെയും ഷീലയും തട്ടും. അത് 3 തരം. അതിനിടയ്ക്ക് അവനെ പിടിക്കാൻ കഴിഞ്ഞ ഭാഗ്യമെന്നേ പറയാനൊക്കൂ. ഷീലയുടെ സ്വഭാവം തീരെ മോശമല്ലായിരുന്നു അല്ലേ? സാറിൻ്റെ ഭാര്യയായിട്ടും ഇത്രയും നാളായില്ലേ? സാറിനത് മനസ്സിലായി കാണും. എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ അവൾക്കൊരു ഡസൻ പുരുഷന്മാരുമായിട്ടെങ്കിലും ഇക്കാലത്തിനിടയ്ക്ക് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനി അവൾ ബന്ധപ്പെടാൻ പോകുന്നതിൻ്റെ കണക്കുകൾ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല സാറേ. അവൾക്കൊരു പുരുഷനെയും 3 മാസത്തിനപ്പുറം സഹിക്കാൻ പറ്റില്ല എന്നതാണ് വാസ്തവം. സാർ ആദ്യം ചെയ്യേണ്ടത് ഡൈവേഴ്സ് എടുത്തുകയാണ്. ഇല്ലെങ്കിൽ അവളെ കൊല്ലാനുള്ള രതീന്ദ്രൻ്റെ ശ്രമത്തിൽ താങ്കളും കൊല്ലപ്പെട്ടേക്കാം. അല്ലെങ്കിൽ തന്നെ ഒരു വേശ്യയുടെ ഭർത്താവായിരിക്കുന്നത് ലോകത്ത് ഒരു പുരുഷനും കുതിക്കുന്ന പദവിയല്ലല്ലോ. പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതിൽ തെല്ലും അസത്യമില്ലെന്ന് അയാൾക്ക് വഴിയെ ബോധ്യമായി. ആദ്യം ഷീലയ്ക്ക് വിവാഹം ആലോചിച്ച കിഷോർ കുമാറിനെ അയാൾ കാണുകയുണ്ടായി. വിവാഹാലോചന അലസിപ്പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ കിഷോർ കുമാർ സംഭവിച്ചതെല്ലാം തുറന്നു പറഞ്ഞു. അവളൊരു നിംഫോമാനിക്കാണ്, അമിതമായ ആസക്തിയുള്ളവൾ. ഒരു പുരുഷനിലും തങ്ങി നിൽക്കാൻ അവൾക്ക് സാധ്യമല്ല. പുരുഷന്മാരെ അവൾ വേഗം വലയിൽ വീഴ്ത്തും. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാനും വീണുപോയിരിക്കുന്നു. അവളോടത്ത് കിടക്ക പങ്കിട്ടു. പക്ഷെ ഭാഗ്യം കൊണ്ട് ഞാൻ ആ കെണിയിൽ നിന്നും രക്ഷപ്പെട്ടു. ദൃഢതീരുമാനത്തോടെയാണ് ഷീലയുടെ ഭർത്താവ് വീട്ടിലേക്ക് മടങ്ങിയത്. അവളുടെ വീട്ടുകാരും അസ്വസ്ഥരായിരുന്നു. ഷീലയ്ക്ക് എപ്പോഴും സുശക്തമായ പോലീസ് കാവൽ. വീട്ടിലെങ്ങോട്ട് തിരിഞ്ഞാലും പോലീസ്. രാവും പകലുമെല്ലാം അവർ വീട്ടുവളപ്പിലും പുറത്തുമായിട്ട് ചുറ്റിത്തിരിയുന്നു. ഷീലയുടെ പെരുമാറ്റം വീട്ടിലുള്ള ആർക്കും തന്നെ രസിക്കുന്നില്ല. അഹങ്കാരത്തോടും ധാർഷ്ട്യത്തോടും കൂടിയാണ് അവളുടെ സംസാരം. ഷീലയുടെ ഭർത്താവ് വിവാഹമോചനത്തിന് കേസ് കൊടുത്തു. ഷീലയോട് വീട്ടിൽ നിന്നും പോകാൻ അയാൾ ആവശ്യപ്പെട്ടു. ഞാനെന്തിനാ പോകുന്നത്? ഞാൻ നിങ്ങളുടെ വീട്ടിൽ താമസിക്കേണ്ടവളല്ലേ? അല്ല, നീ യഥാർത്ഥത്തിൽ ചെന്ന് താമസിക്കേണ്ടത് വേശ്യാലയത്തിലാണ്. പക്ഷെ ഒരു പണക്കാരി ആയതുകൊണ്ടാണ് അത് സംഭവിക്കുന്നില്ലത്. ഞാനെന്ത് തെറ്റിയതു? നീ ഒന്നും ചെയ്തില്ലേ? നിന്റെ പഴയ ചരിത്രമൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു. വേശ്യയെപ്പോലും നാണിപ്പിക്കുന്ന വ്യഭിചാര കഥകൾ. കുറേ നുണക്കഥ കൊണ്ട് നിങ്ങളെന്നെ താറടിച്ച് കാണിക്കാൻ വന്നിരിക്കുകയാണോ? എൻ്റെ ഭാര്യയായ ശേഷം പോലും നീ വേറൊരുത്തരുമായിട്ട് കിടക്കപ്പങ്കിട്ടില്ലടി. ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി. ഞാനതിനെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞില്ലേ? വേണ്ട, നിന്റെ മാപ്പിനൊരു വിലയില്ല. എൻ്റെ ഭാര്യയായിട്ട് തുടരാൻ നിനക്ക് യോഗ്യതയില്ല. വിവാഹമോചനത്തിന് ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞു. വിവാഹമോചനത്തിനോ? ഷീല ഞെട്ടി വിളറി. അതെ, നിന്നെ ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണം. ഷീലയുടെ മുഖം ഇരുണ്ടു, കണ്ണുകൾ നിർജീവമായി. ഏതാനും നിമിഷം അവൾ മിണ്ടാതെ തലതാഴ്ത്തി നിന്നു. ഇനി രക്ഷയില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഇയാൾ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് നീ ഇവിടെ നിന്നും പോയിരിക്കണം. ഒരു വേശ്യയെ വാഴിക്കാനുള്ള വീടല്ലത്. അതുമാത്രമല്ല, നിന്നെ ഇനി ഇവിടെ പാർപ്പിച്ചാൽ എനിക്കും എൻ്റെ കുടുംബങ്ങൾക്കും കൂടി ആപത്താണ്. നീ ഒരിക്കൽ വഞ്ചിച്ച പൂർവ്വകാമുകൻ എന്നാണ് നിന്നെ കൊല്ലാനെത്തുകയെന്ന് അറിഞ്ഞുകൂടല്ലോ. സ്വയം രക്ഷിക്കാൻ സാധിക്കാത്ത പോലീസിന് നിന്നെ രക്ഷിക്കാൻ എങ്ങനെ കഴിയും? പോലീസുകാരുടെ ശല്യം കൂടാതെ ഈ വീട്ടിൽ കഴിഞ്ഞാൽ മതിയെന്നേ ഉള്ളൂ. അയാൾ മുറി വിട്ടിറങ്ങി. കുടുംബാംഗങ്ങളെല്ലാം വിളിച്ചുകൂട്ടി ഷീലയെ ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു. അവളുടെ അറയ്ക്കുന്ന പൂർവ്വചരിത്രം എല്ലാവരോടും വിവരിച്ചു പറഞ്ഞു. ഷീല മഹേന്ദ്രനെ ഫോൺ ചെയ്തു വരുത്തി. പോലീസ് അകമ്പടിയോടെ മഹേന്ദ്രൻ വന്നു. ഷീല കണ്ണീരോടെ കാര്യങ്ങൾ പറഞ്ഞു. മഹേന്ദ്രൻ പൊട്ടിത്തെറിച്ചു. എൻ്റെ പെങ്ങളെ കണ്ണീര് കുടിപ്പിച്ചവരെല്ലാം ഞാൻ കാണിച്ചു തരാടാ. ഈ മഹേന്ദ്രൻ ആരാണെന്ന് നിങ്ങൾ ശരിക്ക് അറിയും കരുതിയിരുന്നു. അയാൾ ഭീഷണിപ്പെടുത്തി. അധികം താമസിക്കാതെ ഷീലയും കൂട്ടി മടങ്ങി. ഈ വിവരങ്ങളെല്ലാം മഹേന്ദ്രൻ പി എ ആയ രാജമുഖനെ രതീന്ദ്രൻ അറിയുന്നുണ്ടായിരുന്നു. അയാളടുത്ത ആക്രമണത്തിന് തയ്യാറെടുത്ത് ആയുധങ്ങളെല്ലാം സജ്ജമാക്കി. അധ്യായം 35. ഹോട്ടൽ അഭിലാഷിലാണ് പോലീസ് മഹേന്ദ്രനെയും ഷീലയും പാർപ്പിച്ചിരുന്നത്. ഏറ്റവും അടുത്ത ആൾക്കാർക്ക് മാത്രമായി അവരുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നുള്ളൂ. റിസപ്ഷനിസ്റ്റ്, സപ്ലയേഴ്സ്, ഹോട്ടൽ മാനേജർ, റൂം ബോയ്സ് എന്നിങ്ങനെയുള്ള തസ്തികളിലെല്ലാം പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് പണിയെടുക്കുന്നത്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതാത് തസ്തികരുടെ വേഷം ധരിച്ച് ചുമ്മാ ചുറ്റിക്കറങ്ങുക മാത്രം. ഹോട്ടലിൽ അഭിലാഷ് ബാർ അറ്റാച്ച്ഡ് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. എപ്പോഴും ഹോട്ടൽ വളപ്പിനുള്ളിൽ കുറേ വാഹനങ്ങൾ കൊണ്ടുവന്നിട്ടിരിക്കും. ഗേറ്റിൽ കാവൽക്കാരൻ്റെ വേഷത്തിലൊരു പോലീസുകാരനുണ്ട്. ആരെങ്കിലും ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാനോ കുടിക്കാനോ വന്ന
റൂം ഒഴിവില്ല, റെസ്റ്റോറൻറ്റ് ഫുള്ളാണ്, ബാർ ഓഫാണ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചയക്കുകയാണ് അവരുടെ ജോലി. രതീന്ദ്രനെ കൊടുക്കാൻ ഇത് ധാരാളം മതിയാവുമെന്നാണ് പോലീസിൻ്റെ കണക്കുകൂട്ടലുകൾ. ഹോട്ടലുള്ളവരെല്ലാം പോലീസുകാരാണെന്ന് അവൻ വിചാരിച്ചിരിക്കുകയില്ല. ഏത് വേഷത്തിൽ വന്നാലും അവനെ പിടികൂടാം. രതീന്ദ്രന്റെ മുഖം ഫോട്ടോകളിൽ നിന്നും കാണാപ്പാടമാക്കിയ പോലീസുകാരാണ് ഹോട്ടൽ നിറയെ. മഹേന്ദ്രനും ഷീലയ്ക്കും ചെറിയ തോതിൽ കാവലുണ്ടെന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഇടയ്ക്കിടെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഹോട്ടലിൽ വന്നു പോയിരുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. രാജി വെളിപ്പെടുത്തി. മഹേന്ദ്രയുടെയും ഷീലയുടെയും മുറി ദിവസത്തിൽ 2 പ്രാവശ്യം മാറിക്കൊണ്ടിരിക്കും. ഇഷ്ടംപോലെ മുറികളുണ്ട് ഹോട്ടലിൽ. പകൽ സമയം കഴിച്ചുകൂട്ടിയ മുറിയിലായിരിക്കില്ല രാത്രി അന്തിയുറങ്ങുക. പകൽ 5-ാം നമ്പർ മുറിയിലാണെങ്കിൽ രാത്രിയിൽ 7-ാം നമ്പറിൽ, പിറ്റേന്ന് പകൽ 18-ാം നമ്പറിൽ, രാത്രിയിൽ 3-ാം നമ്പറിൽ. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. 2 പേരെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇതൊക്കെ. ഓഹോ, മുറികളിൽ കാവൽക്കാരുണ്ടോ? രതീന്ദ്രൻ ചോദിച്ചു. 2 പേരുടെയും മുറികളിൽ ആരുമില്ല. പക്ഷേ മറ്റു മുറികളിലെല്ലാം താമസിക്കുന്ന വ്യാജ പോലീസ് ജാഗ്രതയോടെ ഇരിക്കുന്നുണ്ട്. ഓരോ ജനലിൻ്റെ പുറകിലും ഓരോ ജോഡി കണ്ണുകൾ കാണാം. ഹോട്ടൽ വളപ്പ് മുഴുവൻ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഒരെലി വളപ്പിനുള്ളിൽ കിടന്ന് അവരറിയും. അപ്പോൾ ആൾമാറാട്ടം മാത്രമേ രക്ഷയുള്ളൂ. അതെ, മഹേന്ദ്രനും ഷീലയും രാത്രിയിൽ ഏത് മുറിയിലാണ് തങ്ങിയെന്ന് പകൽ തന്നെ അറിയാൻ വഴിയുണ്ടോ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. രാത്രിയിൽ അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരാറില്ലേ? ഉവ്. പതിവായി വരുന്ന ആരെങ്കിലും അറിയാമോ? വാഹനമുള്ള ആളായിരിക്കണം. രാജി ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രമോഹൻ വരാറുണ്ട്. പുള്ളിക്കാരനാണ് പരിപാടിയുടെ മേൽനോട്ടം. ചന്ദ്രമോഹന് എന്ത് പ്രായം വരും? 30-35. ചെറുപ്പമാണല്ലേ? ശരീരം എങ്ങനെ? രതീന്ദ്രൻ്റെ അത്ര വണ്ണവും ഉയരവും ഒക്കെയുണ്ട്. വെളുത്തിട്ടാണോ? ഒരുവിധം. പുള്ളിക്കാരൻ്റെ സവിശേഷതകളൊക്കെ തന്നെ അറിയിക്കണം. കണ്ണ്, മൂക്ക്, മീശ തുടങ്ങി എല്ലാത്തിൻ്റെയും ഒരു ചാർട്ട് തന്നെ വേണം. ഫോട്ടോ കിട്ടിയാൽ വളരെ ഉപകാരം. അയാളുടെ നോട്ടം, നടപ്പ്, ചലനം എന്നിങ്ങനെ സകലതിനെക്കുറിച്ചും ശരിയായൊരു വിവരം കിട്ടണം. രാജിക്ക് സംഘടിപ്പിച്ച് തരാൻ കഴിയുമോ? അയാളുടെ താമസ സ്ഥലം അറിയണം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ആർക്കും സംശയം തോന്നരുത്. ഇല്ല, നാളെ ഞാൻ മഹേന്ദ്രനെ കാണാൻ പോകുന്നുണ്ട്. രാത്രി പോയാൽ മതി. ചന്ദ്രമോഹനെ ഒന്ന് വിശദമായിട്ട് പഠിച്ചു വരാമല്ലോ. രാജി സമ്മതിച്ചു. പിറ്റേന്ന് അവൾ പോയി. 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വന്നത്. എന്നെക്കൊണ്ട് സാധിക്കാവുന്ന വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഫോട്ടോ മാത്രം കിട്ടിയില്ല. താൻ മനസ്സിലാക്കിയെടുത്ത വിവരങ്ങളെല്ലാം രാജി വിശദീകരിച്ചു. ചന്ദ്രമോഹൻ്റെ താമസ സ്ഥലവും അയാൾ ഹോട്ടലിൽ അഭിലാഷിൽ വരാറുള്ള സമയമൊക്കെ രതീന്ദ്രനെ ധരിപ്പിച്ചു. രതീന്ദ്രൻ ചില സാധനങ്ങൾ ആവശ്യപ്പെട്ടു. അതെല്ലാം രാജി വാങ്ങിക്കൊണ്ടുവന്നു. ഓപ്പറേഷന് 1 ദിവസം നിശ്ചയിച്ചതിന് ശേഷം രാജി മടങ്ങി. നിശ്ചിത ദിവസം സന്ധ്യയ്ക്ക് രതീന്ദ്രൻ പുറപ്പെട്ടു. അയാൾ വേഷപ്രച്ഛന്നായിരുന്നു. ഒറ്റ നോട്ടത്തിൽ രതീന്ദ്രനാണെന്ന് തോന്നുകയില്ല. രാത്രി 7 മണിയോടെ രതീന്ദ്രൻ നഗരത്തിലെത്തി. അവിടെ പാർക്കിനരികിൽ ഗേറ്റിനോട് ചേർന്ന് നിന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷയിൽ രാജി വന്നിറങ്ങി. അവളെ രതീന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. റൂം നമ്പർ 66-ഉം 76-ഉം. 67 ഷീല. ഇത്രയും പറഞ്ഞ ശേഷം അവൾ തിരികെ ചെന്ന് ഓട്ടോറിക്ഷയിൽ കയറി. ഓട്ടോറിക്ഷ നീങ്ങി. അത് നഗരത്തിലെ തിരക്കിൽ അലഞ്ഞു. ക്ലോക്കിൽ മണി 12 അടിച്ചു. ക്രൈംബ്രാഞ്ച് CI ചന്ദ്രൻ ചാടി എഴുന്നേറ്റു. ഞാൻ അഭിലാഷ് വരെ പോയിട്ട് വരാം. യൂണിഫോം ധരിക്കുന്നതിനിടയിൽ അയാൾ ഭാര്യയോട് പറഞ്ഞു. അവനെ ഇതുവരെ കിട്ടിയില്ല അല്ലേ? എന്തിനാ ഇങ്ങനെ പാടുപെടുന്നത്? അവൻ താമസിക്കാതെ ഞങ്ങളുടെ വലയിൽ വീഴോടി. ബെൽറ്റിൽ പിസ്റ്റൾ തിരികിയ ശേഷം അയാൾ പോർച്ചിലേക്ക് ചെന്നു. 12 മണിക്ക് ഞാൻ വരും. വാതിക്കൽ വരെ അനുഗമിച്ച് ഭാര്യയോട് പറഞ്ഞിട്ട് ജീപ്പ് സ്റ്റാർട്ടാക്കി അയാൾ ഓടിച്ചുപോയി. നിരത്ത് ഏറെക്കുറെ വിജനമായിരുന്നു. ചരക്ക് കയറ്റി പോകുന്ന പാണ്ടി ലോറികളും വല്ലപ്പോഴും കടന്നു പോകുന്ന കാറുകളും മാത്രം. ജീപ്പ് സ്റ്റേഡിയത്തിനരികിലൂടെ പോയിക്കൊണ്ടിരുന്നു. ചന്ദ്രമോഹന്റെ പിൻകഴുത്തിലേക്ക് ഒരു തോക്കിൻ കുഴൽ നീണ്ടുവന്നു. ലോഹത്തിന്റെ തണുപ്പ് പിൻകഴുത്തിൽ അനുഭവപ്പെട്ടപ്പോൾ അയാളൊന്ന് ഞെട്ടി. CI ചന്ദ്രമോഹൻ അനങ്ങിയ നിങ്ങളുടെ തലച്ചോറോടെ ഡ്രൈവിംഗ് സീറ്റിൽ ചിതറി വീഴും. മുഴക്കമേറിയ സ്വരം. ചന്ദ്രമോഹൻ പെട്ടെന്ന് സമനില വീട്ടെടുത്തു. നിങ്ങൾക്ക് എന്തു വേണം? സ്റ്റേഡിയത്തിലേക്ക് ജയിപ്പൂട്. എന്തിന്? വിടടാ. ഒരലർച്ച. ഒപ്പം കഴുത്തിൽ തോക്കിൻ്റെ കുഴൽ അമരുകയും ചെയ്തു. ചന്ദ്രമോഹന് അനുസരിക്കാതെ തറയില്ലായിരുന്നു. ജീപ്പ് വിജനമായ സ്റ്റേഡിയത്തിലേക്ക് കിടന്നു. സ്റ്റേഡിയത്തിൻ്റെ നടുക്കെട്ട് കയറിയിടാ. ചന്ദ്രമോഹൻ ജീപ്പ് സ്റ്റേഡിയത്തിൻ്റെ മധ്യത്തിലേക്ക് എത്തിച്ചു. നിങ്ങൾ ആരാണ്? പറയാം. പിൻസീറ്റുകൾക്കിടയിൽ പതുങ്ങിയിരുന്ന് രൂപം പതുക്കെ ഉയർന്നു. പിറകിൽ ടാർപോളിനിട്ട് മൂടിയിരുന്നതിനാൽ
അകത്താരോ പതിയിരിപ്പുണ്ടെന്ന് ഒറ്റനോട്ടത്തിൽ കാണാമായിരുന്നില്ല. ജീപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പുറകിലൊന്ന് നോക്കാമായിരുന്നു. ചന്ദ്രമോഹൻ ഓർത്തു. പറ്റിയ അബദ്ധത്തെക്കുറിച്ച് ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല. അജ്ഞാതൻ പതുക്കെ ചന്ദ്രമോഹൻ്റെ ബെൽറ്റിൽ നിന്നും പിസ്റ്റൾ എടുത്തു മാറ്റി. എനിക്ക് നിങ്ങളെ കൊല്ലണമെന്നില്ല, പക്ഷെ എതിർപ്പിൻ്റെ ഒരു ചെറിയ സൂചന ഉണ്ടായാൽ നിന്റെ തലയ്ക്കുള്ളിൽ ബുള്ളറ്റുകൾ നിറയും. ജീപ്പ് ന്യൂട്രൽ ഗിയറിലിട്. ചന്ദ്രമോഹൻ അനുസരിച്ചു. സീറ്റിൽ കമിഴ്ന്നു കിടക്ക്. അതിനും വഴങ്ങി. ഞൊടിയിടയിൽ ചന്ദ്രമോഹൻ്റെ കൈകൾ പിന്നോക്കി ബന്ധിക്കപ്പെട്ടു. അതിനുശേഷം വായിൽ തുണി കുത്തിക്കയറ്റി. വായും മൂടിക്കെട്ടി. പിന്നെ കാലുകൾ ബന്ധിച്ചു. ഇനി ഞാൻ ആരാണെന്ന് പറയാം. നീ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന രതീന്ദ്രൻ. രതീന്ദ്രൻ അയാളെ പിൻസീറ്റിൽ ചാരിയിരുത്തി. അയാൾ രതീന്ദ്രനെ തുറച്ചു നോക്കി. നമ്മൾ തമ്മിൽ വലിയ രൂപസാദൃശ്യമൊന്നുമില്ല, എന്നാലും തൽക്കാലം കൊള്ളിക്കാനുള്ള മേക്കപ്പൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലേ? രതീന്ദ്രൻ ചിരിച്ചു. ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റുകൾ അണച്ച ശേഷം അവൻ അകത്ത് ലൈറ്റിട്ടു. എന്നെ അധികം വൈകാതെ വലയിൽ വീഴിക്കും അല്ലേ? പക്ഷെ അതിനു മുമ്പ് എൻ്റെ ജോലി ഞാൻ തീർത്തിരിക്കും സർക്കിൾ സാറേ. രതീന്ദ്രൻ തൻ്റെ വസ്ത്രങ്ങൾ അഴിച്ച് ചുരുട്ടി വെച്ചു. സുഹൃത്തേ, നിങ്ങളുടെ യൂണിഫോം എനിക്ക് തൽക്കാലം ആവശ്യമുണ്ട്. നാളെ നിങ്ങൾക്കത് തിരിച്ചു കിട്ടും. ഷീല കൊല്ലപ്പെട്ടുവെന്ന വാർത്തയും. രാവിലെ കേൾക്കാം. ഗുഡ് നൈറ്റ്. രതീന്ദ്രൻ പിസ്റ്റൾ തിരിച്ചു പിടിച്ച് ചന്ദ്രമോഹൻ്റെ ചെന്നിയിലൊരു ഇടിപാസാക്കി. അയാളുടെ ബോധം പോയി. കയ്യിലെ കെട്ടുകൾ അഴിച്ച ശേഷം രതീന്ദ്രൻ അയാളുടെ യൂണിഫോം ഊരിയെടുത്ത് ധരിച്ചു. വീണ്ടും കൈകൾ ബന്ധിച്ചു. അതിനുശേഷം ബോധഹീനമായ ആ ശരീരം സ്റ്റേഡിയത്തിൽ തള്ളി. ഉടൻ ജീപ്പിൽ കയറി ഓടിച്ചു പോവുകയും ചെയ്തു. രതീന്ദ്രൻ ഹോട്ടലിൽ അഭിലാഷിന് മുന്നിലെത്തി. ചന്ദ്രമോഹൻ്റെ ജീപ്പാണെന്ന് മനസ്സിലായ ഗേറ്റ് കാവൽക്കാരൻ അകത്തേക്ക് കടത്തിവിട്ടു. ജീപ്പ് പോർച്ചിൽ പാർക്ക് ചെയ്ത ശേഷം രതീന്ദ്രൻ ഇറങ്ങി. പോലീസ് യൂണിഫോം, തലയിൽ പോലീസ് തൊപ്പി, അരപ്പട്ടയിൽ പിസ്റ്റൾ. അയാൾ റിസപ്ഷനിൽ ചെന്നു. റിസപ്ഷനിസ്റ്റായി വേഷമിട്ട പോലീസുകാരൻ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തു. ആർക്കും മുഖം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് രതീന്ദ്രൻ അപ്സ്റ്റെയറിലേക്ക് കയറിപ്പോയി. വേഷപ്രച്ഛനായ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ചിലർ രതീന്ദ്രനോട് സംസാരിക്കാൻ ഭാവിച്ചെങ്കിലും പിന്നെ ആട്ടെ എന്ന് ആംഗ്യം കാണിച്ചു രതീന്ദ്രൻ ഒഴിഞ്ഞുമാറി. ഹോട്ടലിൻ്റെ ഒരു ഏകദേശ രൂപം രാജി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരുന്നു. 2ാം നിലയിലാണ് 50 മുതൽ 80 വരെയുള്ള മുറികളെന്നറിയാം. 2ാം നിലയിലെത്തിയ രതീന്ദ്രൻ ഓരോ മുറിയുടെയും നമ്പർ നോക്കി. 67-ാം നമ്പർ മുറി എവിടെയായിരിക്കുമെന്ന് കണക്ക് കൂട്ടി. അയാൾ 67-ാം നമ്പർ മുറിയിലെ മുമ്പിലെത്തി. വാതിലിൽ തട്ടി വിളിച്ചു. ആരാ? അകത്തു നിന്നൊരു സ്ത്രീ ശബ്ദം. സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രമോഹൻ. ഓ, മോഹൻ സാറാണോ? ഞാൻ വിചാരിക്കുകയായിരുന്നു ഇന്നെന്താ വൈകുന്നതെന്ന്. കുറേ നേരമായി ഞാൻ കാക്കുന്നു. പറയുന്നതിനിടയിൽ ഷീല വാതിൽ തുറന്നു. രതീന്ദ്രൻ അകത്തേക്ക് കയറാൻ ഭാവിച്ചതും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രതീന്ദ്രൻ്റെ അടുത്തേക്ക് ധൃതിയിൽ വരികയായിരുന്നു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം സ്ലീപ്പിംഗ് പിൽസ് സ്റ്റോറി ടൈം.